Hello, my dear students of class 7. Hope all of you are staying safe. Today we are going to study an interesting topic from the first chapter. It deals with some of the methods followed by farmers to ensure maximum diversity in agriculture. Observe these pictures carefully. You can see a banana plantation and an arecanut plantation. ഈ വാഴത്തോട്ടം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. വാഴത്തൈകൾക്കിടയിൽ പച്ചക്കറി കൃഷി നിങ്ങൾ കാണുന്നില്ലേ? പടവലവും മത്തനും ഒക്കെ കൃഷി ചെയ്തിരിക്കുന്നു അല്ലേ? Along with that, rubber plants are also there. റബ്ബർ ചെടികളും ഇവയുടെ കൂടെ നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ ചിത്രം പരിശോധിക്കാം. അരക്കനട്ട് ട്രീസ് ആർ there. അരക്കനട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണ് അടയ്ക്കമരം അല്ലെങ്കിൽ അരക്കനട്ട് ട്രീ. ഈ കവുങ്ങിൻ തോട്ടത്തിൽ കവുങ്ങുമരങ്ങളിലേക്ക് ഒരു വള്ളിച്ചെടി പടർന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വാട്ട് ഈസ് ദാറ്റ്? യെസ്, ദേ ആർ പെപ്പർ പ്ലാന്റ്സ്. ഈ കവുങ്ങുചെടികളുടെ ഇടയിലായി മറ്റൊരു ചെടി നിൽക്കുന്നുണ്ടല്ലോ, അതെന്താണെന്ന് പറയാമോ? ദേ ആർ കോഫി പ്ലാന്റ്സ്. അപ്പോൾ ഈ രണ്ട് പ്ലാന്റേഷനിലും കോമൺ ആയി നിങ്ങൾ കാണുന്ന പ്രത്യേകത എന്താണ്? നമുക്ക് നോക്കാം. ചിത്രത്തിൽ നാം കണ്ടതുപോലെ ഒരു കൃഷിയിടത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ വിളകൾ കൃഷി ചെയ്യുന്ന രീതിയെയാണ് ഇന്റർ ക്രോപ്പ് കൾട്ടിവേഷൻ അഥവാ ഇടവിള കൃഷി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്റർ ക്രോപ്പ് എന്നാൽ എന്താണ്? വാട്ട് ആർ ഇന്റർ ക്രോപ്സ്? Short-term crops cultivated among the main crop in such a way that they do not harm the main crop are called intercrops. പ്രധാന വിളയ്ക്ക് യാതൊരു തരത്തിലും ഹാനികരമാകാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല കൃഷി ഇനങ്ങളെയാണ് ഇന്റർക്രോപ്പുകൾ അഥവാ ഇടവിള എന്ന് വിളിക്കുന്നത്. ഈ ചിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഇതൊരു റബ്ബറും തോട്ടമാണ് അല്ലേ? ഈ റബ്ബറും തോട്ടത്തിന്റെ ഇടയിൽ നട്ടിരിക്കുന്ന ചെടി ഏതാണെന്ന് പറയാമോ? പൈനാപ്പിൾ ചെടികൾ. അപ്പോൾ ഈ തോട്ടത്തിലെ പ്രധാന ചെടി ഏതാണ്? അത് റബ്ബർ തന്നെയാണ്. അതുകൊണ്ട് റബ്ബറിനെ നാം മെയിൻ ക്രോപ്പ് എന്ന് വിളിക്കുന്നു. കാരണം മെയിൻ ക്രോപ്പാണ് ഈ തോട്ടത്തിൽ ദീർഘകാലം നിൽക്കുന്ന ചെടി. ഈ റബ്ബറിന്റെ ഇടയിൽ നട്ടിരിക്കുന്ന പൈനാപ്പിൾ ചെടികൾ ഹ്രസ്വകാല ചെടികളാണ്. അവ യാതൊരു കാരണവശാലും റബ്ബർ ചെടികൾക്ക് ഹാനികരമാകാത്ത രീതിയിലാണ് വളരുന്നത്. അപ്പോൾ അവയെയാണ് ഇന്റർ ക്രോപ്പ് അഥവാ ഇടവിള എന്ന് വിളിക്കുന്നത്. Let us see other examples for intercrops. ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണയായി കാണുന്ന ഒരു കാഴ്ചയാണല്ലേ? തെങ്ങിൻ തോട്ടത്തിൽ ഇടവിളയായി നട്ടിരിക്കുന്നത് എന്താണ്? കുരുമുളക് ചെടികൾ. അപ്പോൾ തെങ്ങിനോടൊപ്പം ഇടവിളയായി വേറെ എന്തെല്ലാം കൃഷി ചെയ്യാമെന്ന് ചിന്തിക്കൂ. ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ റബ്ബറിൻ തൈകളുടെ ഇടയിൽ വാഴച്ചെടികളും നട്ടിരിക്കുന്നു. റബ്ബർ ചെടികൾ വളരുന്നതിനോടൊപ്പം തന്നെ വാഴയും വളരുകയും ഫലം തരികയും ചെയ്യും. അപ്പോൾ റബ്ബർ പ്ലാന്റ്സിന്റെ ഇന്റർക്രോപ്പായി ഇവിടെ കാണുന്നത് പ്ലാന്റെയിൻ ആണ്. ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഈ രണ്ട് ചിത്രത്തിലും അരക്കനട്ട് പ്ലാന്റേഷൻ ആണ് നാം കാണുന്നത്, കവുങ്ങിൻ തോട്ടം. ആദ്യത്തെ ചിത്രത്തിൽ അരക്കനട്ടിന്റെ ഇന്റർക്രോപ്പ് ഏതാണ്? പ്ലാന്റെയിൻ ആണ്, വാഴ കൃഷിയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ അരക്കനട്ടിനോടൊപ്പം വളരുന്നത് പെപ്പർ പ്ലാന്റ്സ് ആണ്. Therefore, അരക്കനട്ട് is the main crop and pepper and plantain are intercrops. Now see this example. What are the intercrops of coconut plantation? തെങ്ങിൻ തോട്ടത്തിൽ നടാവുന്ന ഇടവിളകൾ ഏതെല്ലാമാണ്? ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. കോക്കനട്ട് ആൻഡ് ഫ്ലവേഴ്സ്.
തെങ്ങും പൂക്കൃഷിയും. നെക്സ്റ്റ് ഈസ് കോക്കനട്ട് ആൻഡ് ടപ്പിയോക്ക. ഇത് സാധാരണയായി നമുക്ക് പരിചയമുള്ളതാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തെങ്ങിൻ തോട്ടങ്ങളിൽ നാം മരച്ചീനി കൃഷി ചെയ്യാറുണ്ട്. ഈ ചിത്രങ്ങളിൽ പ്ലാന്റെയിൻ അല്ലെങ്കിൽ വാഴയാണ് മെയിൻ ക്രോപ്പായി കൃഷി ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതെല്ലാം കൃഷി ഇനങ്ങളാണ് ഇന്റർ ക്രോപ്പായി വാഴയോടൊപ്പം നടാൻ സാധിക്കുന്നത് എന്ന് പറയാമോ? വെജിറ്റബിൾസ്, അമരാന്തസ്, കൊളക്കേഷ്യ അല്ലെങ്കിൽ ചേമ്പ്, യാം അല്ലെങ്കിൽ ചേന, ഇവയൊക്കെ വാഴത്തോട്ടത്തിൽ നമുക്ക് ഇന്റർ ക്രോപ്പുകളായി കൃഷി ചെയ്യാവുന്നതാണ്. Now let us see the advantages of intercrop cultivation. ഇടവിള കൃഷിയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? First point, it helps in maintaining soil fertility. മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുന്നതിന് ഇടവിളകൾ സഹായകരമാണ്. Second thing, it increases the income of the farmer. ഒരേ കൃഷിയിടത്തിൽ തന്നെ പലതരം വിളകൾ കൃഷി ചെയ്യുമ്പോൾ കൃഷിക്കാരന് ആദായം വർദ്ധിക്കുന്നു. Next thing is that it produces different yield at the same time. ഒരേ കാലയളവിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള വിള ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകന് സാധിക്കുന്നു. Next method to ensure maximum yield in agriculture is crop rotation. Crop rotation അഥവാ വിളപര്യയം. What is crop rotation? Cultivating a different crop instead of the crop cultivated earlier is called crop rotation. ഈ ചിത്രം ഒന്ന് പരിശോധിക്കൂ. ഇവിടെ ഒരു വർഷത്തെ തന്നെ 3 മാസം വീതമുള്ള 4 കാലയളവുകളായി തിരിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ആദ്യത്തെ കാലയളവ്, ആദ്യത്തെ 3 മാസം ഈ തോട്ടത്തിൽ തക്കാളി കൃഷി നടത്തുന്നു എന്നിരിക്കട്ടെ. അതിനുശേഷം വരുന്ന 3 മാസം ആ കൃഷിയിടത്തിൽ ചോളം കൃഷി ചെയ്യുന്നു. പിന്നീട് വരുന്ന 3 മാസം അവിടെ ഏതെങ്കിലും ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്നു. ഉദാഹരണം കോളിഫ്ലവർ കൃഷി ചെയ്യുന്നു. പിന്നീട് വരുന്ന അവസാനത്തെ 3 മാസം അവിടെ ഏതെങ്കിലും ഒരു പയറുവർഗം, ഇവിടെ പട്ടാണി പയറാണ് കാണിച്ചിരിക്കുന്നത്, ഗ്രീൻ പീസ് കൃഷി ചെയ്യുന്നു. ഇങ്ങനെയാകുമ്പോൾ വർഷത്തിന്റെ 12 മാസവും 4 തരം വിളകൾ ഒരേ കൃഷിഭൂമിയിൽ തന്നെ കൃഷി ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരേ കൃഷിയിടത്തിൽ തന്നെ മാറി മാറി പല വിളകൾ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിളപര്യയം. What are the advantages of this type of cultivation? എന്തെല്ലാം പ്രയോജനങ്ങളാണ് ക്രോപ്പ് റൊട്ടേഷൻ കൊണ്ട് കൃഷിക്കാരന് ലഭിക്കുന്നത്? Mainly, the remains of different crops increases the fertility of the soil. ഇപ്രകാരം പലതരത്തിലുള്ള വിളകൾ ഒരേ കൃഷിഭൂമിയിൽ തന്നെ മാറി മാറി കൃഷി ചെയ്യുമ്പോൾ ഈ ചെടികളുടെ അവശിഷ്ടങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരുകയും അത് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. Second thing is that it increases the income of the farmer. ഒരേ വർഷം തന്നെ പല കൃഷിയിനങ്ങൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കൃഷി ചെയ്യുമ്പോൾ അത് കൃഷിക്കാരന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. Next method to enhance maximum yield in agriculture is planting leguminous plants. What are leguminous plants? എന്താണ് leguminous പ്ലാന്റുകൾ? പയറുവർഗത്തിൽപ്പെട്ട എല്ലാ ചെടികളെയും നാം leguminous പ്ലാന്റുകൾ എന്നാണ് വിളിക്കുന്നത്. Plants like pea, mimosa, horse gram, black gram are leguminous plants. തൊട്ടാവാടിച്ചെടി, പയറുചെടി, മുതിര, കടല തുടങ്ങിയ ചെടികളെല്ലാം ലെഗ്യൂമിനസ് പ്ലാന്റുകളുടെ ഇനത്തിൽപ്പെട്ടവയാണ്. എന്താണ് ഇവയുടെ പ്രത്യേകത? നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന തൊട്ടാവാടിച്ചെടി നിങ്ങൾ പിഴുതു നോക്കിയിട്ടുണ്ടോ? എന്താണ് അവയുടെ വേരുകളുടെ പ്രത്യേകത?
ഈ പിക്ചറുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ലെഗ്യൂമിനസ് പ്ലാന്റുകളുടെ വേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവയുടെ വേരുകളിൽ മുഴകൾ പോലെയുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഈ ഭാഗങ്ങളെയാണ് റൂട്ട് നൊഡ്യൂൾസ് എന്ന് നാം വിളിക്കാറുള്ളത്. ഈ നൊഡ്യൂളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. Some bacteria like Rhizobium lives in such nodules. റൈസോബിയം പോലെയുള്ള ചില ബാക്ടീരിയകൾ ഈ റൂട്ട് നൊഡ്യൂളുകളിൽ വസിക്കുന്നുണ്ട്. ഈ ബാക്ടീരിയങ്ങൾക്ക് കൃഷിയുമായി വലിയ ബന്ധമുണ്ട്. എന്താണെന്നറിയണ്ടേ? ഇത്തരം ചെടിയുടെ വേരുകളിൽ ഇരിക്കുന്ന റൈസോബിയം എന്താണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? Rhizobium converts atmospheric nitrogen to nitrate, which is essential for plant growth. ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റുന്ന ജോലിയാണ് റൈസോബിയം ചെയ്യുന്നത്. ഈ ചിത്രം ശ്രദ്ധിക്കൂ. നമുക്കറിയാം, ഒരു ചെടിക്ക് വളരുന്നതിന് അത്യാവശ്യം വേണ്ട മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ധാരാളം നൈട്രജൻ ഉണ്ട് എന്നും നാം പഠിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ഏതാണ്ട് 72% നൈട്രജൻ തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ചെടികൾക്ക് അന്തരീക്ഷത്തിലെ നൈട്രജനെ അതേപോലെ സ്വീകരിക്കുവാനുള്ള കഴിവില്ല. നൈട്രജനെ നൈട്രേറ്റുകളാക്കിയെങ്കിൽ മാത്രമേ ചെടിക്ക് അതിനെ സ്വീകരിക്കുവാൻ സാധിക്കൂ. അവിടെയാണ് റൈസോബിയം ബാക്ടീരിയയുടെ പ്രാധാന്യം. ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ റൂട്ട് നൊഡ്യൂളുകളിൽ വസിക്കുന്ന റൈസോബിയം അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റി ഈ വേരുകളിൽ സൂക്ഷിക്കുന്നു. When leguminous plants decay, these nitrates stored in their roots are added to the soil. Thus the fertility of the soil increases. ഈ ലെഗ്യൂമിനസ് പ്ലാന്റുകൾ അഴുകി മണ്ണോട് ചേരുമ്പോൾ ഇവയുടെ വേരുകളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നൈട്രേറ്റുകൾ മണ്ണിൽ അലിഞ്ഞു ചേരുകയും അത് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത തവണ ആ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളയ്ക്ക് മണ്ണിൽ ലയിച്ചു ചേർന്ന നൈട്രേറ്റുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. അങ്ങനെ നല്ല വിളവ് ആ മണ്ണിൽ നിന്ന് ലഭിക്കുവാൻ റൈസോബിയം ബാക്ടീരിയകൾ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത്. This is the benefit of cultivating leguminous plants in fields. Now let us see some of the common examples of leguminous seeds. സാധാരണയായി നാം അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ലെഗ്യൂമിനസ് സീഡുകളാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. This is common Indian beans. അമരപ്പയർ നമുക്ക് നല്ല പരിചയമുള്ളതാണ് അല്ലേ? നെക്സ്റ്റ് ഈസ് ഗ്രീൻ ഗ്രാം, ചെറുപയർ. This picture is horse gram. Horse gram എന്നത് മുതിര എന്ന ഇനത്തിൽപ്പെട്ട പയറുവർഗ്ഗമാണ്. This one is black gram, കറുത്ത കടല. ഈ ചിത്രം നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടല്ലോ. സ്കൂളിലൊക്കെ നാം ഉച്ചയ്ക്ക് ആഹാരത്തോടൊപ്പം കഴിക്കുന്ന വൻപയറാണത്. Next one is also familiar to you. Beans. നാം സാധാരണയായി കറികൾക്കൊക്കെ ഉപയോഗിക്കാറുള്ള ബീൻസ് ഇനത്തിൽപ്പെട്ട പയറാണ്. Now, let us sum up the methods followed by the farmers to ensure maximum diversity in agriculture. The first method we studied is intercrop, അഥവാ ഇടവിള. Second method is crop rotation, അഥവാ വിളപര്യയം. Third method is planting leguminous plants, പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളെ നട്ടുപിടിപ്പിക്കുക. And the last method is depositing plant debris in the field after cultivation. കൃഷിക്ക് ശേഷം അതാത് കൃഷിയിടത്തിൽ തന്നെ സസ്യാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുക. ഇങ്ങനെയാകുമ്പോൾ ആ അവശിഷ്ടങ്ങൾ ഡിക്കമ്പോസ്ഡ് ആയി മണ്ണിലേക്ക് ചേരുകയും അത് മണ്ണിന്റെ ഫലപുഷ്ടിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.
Hope all of you understood the different methods to increase the yield of agriculture. If you have any doubt, feel free to contact me. Okay, thank you.